കാലപ്പഴക്കത്താൽ അടച്ചിട്ട ഉപ്പള ഉർമി VCB കം ബ്രിഡ്ജ് പുനർനിർമ്മാണത്തിനായി 1.23 കോടി രൂപയുടെ ഭരണാനുമതിയായതായി AKM അഷ്റഫ് MLA അറിയിച്ചു. ജലവിഭവ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് VCB നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാലപ്പഴക്കം കാരണം മാസങ്ങൾക്ക് മുൻപ് ഗതാഗതം നിരോധിച്ച പൈവളികെ പഞ്ചായത്തിലെ ഉറുമി VCB കം ബ്രിഡ്ജിന്റെ പുനർനിർമ്മാണത്തിനായി 1.23 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായി AKM അഷ്റഫ് MLA അറിയിച്ചു. പൈവളികെ പഞ്ചായത്തിലെ കടങ്കോടി വാർഡിലെ ഉറുമി തോടിന് കുറുകെ 40 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച VCB കാലപ്പഴക്കം കാരണം അപകടാവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്നാണ് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് പാലം അടച്ചിട്ടത്. ഇത് കാരണം ഉറുമി, പല്ലക്കുടൽ, കൊമ്മങ്കള, കുരുടപ്പതവ് എന്നീ പ്രദേശങ്ങളിലെ കർഷകർ, വിദ്യാർത്ഥികൾ, വ്യാപാരികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ ദുരിതത്തിലായിരുന്നു. ഈ പ്രദേശങ്ങളിലെ വിവിധ കൃഷിഭൂമിയിലേക്കുള്ള ജലലഭ്യതയും നിലച്ചിരുന്നു. ജലവിഭവ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് VCB നിർമ്മാണത്തിന് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. വിഷയത്തിൽ AKM അഷ്റഫ് MLA വകുപ്പ് മന്ത്രിയെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചീഫ് എഞ്ചിനീയറെയും നിരന്തരം കണ്ട് നിവേദനങ്ങൾ നൽകിയിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാലങ്ങളാണ്. ഒന്ന് പല്ലക്കൂടൽ ഉറുമി പാലം. ആ പാലത്തിന്റെ അവിടുത്തെ കർഷകര്, ആ നാട്ടുകാര് വലിയ പ്രയാസത്തിലാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു പാലം തകർന്നതോടുകൂടി സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് നിൽക്കുകയാണ്. നിരന്തരമായ ഇടപെടൽ. അതിന്റെ ഭാഗമായി ഈ പ്രാവശ്യം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 1,20,00,000 രൂപയും MLA ഫണ്ടിൽ നിന്ന് 10 ചേർത്താൽ 1,30,00,000 കൊണ്ട് സമ്പൂർണ്ണമായി നമുക്ക് മനോഹരമായ ഒരു പാലം പണിയാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് വരും നമ്മുടെ ദേരമ്പള മടന്തൂർ പാലം. അത് പെട്ടെന്നാണ് തകർന്നു വീണത്. അതും കർഷകർക്ക്, ധാരാളം നെൽകർഷകരൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് ജനങ്ങൾ വലിയ പ്രയാസത്തിലാണെന്നറിയാം. ഈ പ്രാവശ്യത്തെ KDP ഫണ്ടിൽ ഉൾപ്പെടുത്തി അത് പരിഹരിക്കാനുള്ള ശ്രമം എന്തായാലും നടത്തുന്നുണ്ട്. അതോടൊപ്പം മിച്ചിലങ്കോട് റോഡ് ഓൾറെഡി ഞാൻ 50,00,000 രൂപ നീക്കി വെച്ചതാണ്. ആ തകർന്ന സ്ഥലത്തെ റീഎസ്റ്റിമേറ്റ് ചെയ്ത് അവിടെ നിന്ന് വർക്ക് തുടങ്ങിയാൽ അതും നമുക്ക് പ്രശ്നം ഈ ഒരു സീസണിൽ തന്നെ പൂർത്തിയാക്കാമെന്നാണ് വിശ്വസിക്കുന്നത്. മഞ്ചേശ്വരത്തിന്റെ ഓരോ വിഷയങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. സർക്കാരിന്റെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയാണ് പല വികസനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദേരമ്പള മടന്തൂർ പാലത്തിന് സർക്കാരിൽ നിന്ന് ഫണ്ട് ഇതുവരെയായും ലഭ്യമാകാത്തതിനാൽ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ഫണ്ട് ലഭ്യമാക്കാൻ MLA നൽകിയ പ്രപ്പോസലിന് മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. KDPയിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കാനുള്ള ശ്രമവും നടന്നുവരികയാണ്. തകർന്നു കിടക്കുന്ന അടുക്ക, ഒളാക്ക്, ഇച്ചിലങ്കോട് റോഡിലേക്ക് MLA നൽകിയ പ്രപ്പോസലിന് 50 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും നടപടികൾ വൈകുകയായിരുന്നു. നിലവിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്നതിനാൽ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ നടപടികളും എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കും. ന്യൂസ് ബ്യൂറോ, ഉപ്പള.